നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമ്മുടെ യൂത്ത് സൈഡിന് നല്ല മാച്ച് എക്സ്പീരിയൻസും മാച്ച് ടൈമും ഒക്കെ കിട്ടുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ ജേഴ്സിയിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അണ്ടർ-20 അണ്ടർ-17 ടീമൊക്കെ നമ്മുടെ ഫ്യൂച്ചറാണ്. സോ അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് ഒരു ഫ്രണ്ട്ലി മാച്ച് കിട്ടിയത് ഇന്തോനേഷ്യക്കെതിരെ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ ഫെബ്രുവരിയിൽ. സോ ആ ഒരു ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ടീമിന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ളൊരു ഇന്ത്യൻ ടീമിന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നല്ല, ഇന്ത്യയുടെ അണ്ടർ-20 മെയിൻ ടീം പോകില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അണ്ടർ-18 അണ്ടർ-17 റിസർവ് സൈഡായിരിക്കും ട്രാവൽ ചെയ്യാൻ പോകുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ താരങ്ങളെ വിട്ട് നൽകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, ഈ ഒരു അണ്ടർ-20 താരങ്ങളാണ് ഏറ്റവും മികച്ച രീതിയിൽ ഓരോ ക്ലബ്ബിലും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ എടുത്തു നോക്കുക, കോറോ സിംഗ് ആണ് ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ. റൈറ്റ് ബാക്ക് കഴിഞ്ഞ പ്രാവശ്യം റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് അദ്ദേഹം കഴിവ് കാണിച്ചത്. റൈറ്റ് വിങ് പൊസിഷൻ അദ്ദേഹം കളിച്ച കളി. സോ അവരൊക്കെയാണ് ടോപ്പായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പഞ്ചാബ് എഫ്സിയുടെ കാര്യം നോക്കിയാൽ ലുങ്ഡിം, കിബ്ഗന്, അങ്ങനെ നോക്കി നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം നോക്കിയാലും അവരുടെ അണ്ടർ-20 പ്ലേയേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സോ എല്ലായിടത്തും ഈ ഒരു അണ്ടർ-20 സുഹൈൽ അഹമ്മദ് ഭട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഈ താരങ്ങളൊക്കെയാണ് വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവരെയൊക്കെ ഈ ഒരു ടൈമിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അക്സെപ്റ്റബിൾ ആണെന്നറിയില്ല. കോറോ സിംഗൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്ത് പോയുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് കല്യാൺ ചൗബയുടെ പ്രശ്നമാണ്. അതായത് അദ്ദേഹം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കണമായിരുന്നു. ഒന്നെങ്കിൽ മാച്ച് വെക്കുകയാണെങ്കിൽ, അതായത് ഫിഫ വിൻഡോയുടെ ടൈം പീരീഡിലായിരുന്നു ഈ ഒരു മാച്ച് വെക്കേണ്ടിയിരുന്നത്. സോ എന്തായാലും ഈ ഒരു ജനുവരി നടക്കുന്ന മാച്ച് നമുക്ക് എന്തായാലും മിസ്സാകാനുള്ള സാധ്യത എല്ലാം തന്നെയുണ്ട്. അതായത് നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് വരാനുള്ള സാധ്യതകളൊന്നും തന്നെയില്ല. കാരണം അണ്ടർ-18 അണ്ടർ-17 സൈഡ്സൊക്കെ ആണല്ലോ പോയി മത്സരിക്കുന്നത്. പിന്നെ അവർക്കൊരു മാച്ച് ടൈം കിട്ടും, അതൊരു വേറെ കാര്യം എന്ന് പറയുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോയിൽ കാണുന്നത്. ഗുഡ് ബൈ.